വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി ആം ആദ്മി പാർട്ടി നടത്തുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് മൂവാറ്റുപുഴയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി ആം ആദ്മി പാർട്ടി നടത്തുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗ് പ്രഹസനമായിരുന്നെന്നും പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സണ്ണി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി റെന്നി സ്റ്റീഫൻ പറഞ്ഞു. കേരളത്തിൽ ഒരു പ്രതിപക്ഷമില്ല എന്നും പാവപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായാണ് ആം ആദ്മി പാർട്ടി തെരുവിലിറങ്ങുന്നതെന്നും മുഖ്യപ്രഭാഷണത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളി പറഞ്ഞു. കോടികൾ മുടക്കി പണി പൂർത്തിയാക്കിയിട്ടും പ്രവർത്തന സജ്ജമാക്കാത്ത പുതത്താൻകെട്ട് പോലുള്ള അനേകം ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. എന്നാൽ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ കമ്മീഷൻ കൊള്ള നടത്താനാണ് പല പദ്ധതികളും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പൂട്ടിയിട്ട് നശിപ്പിക്കുന്നതെന്നും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഐസക് പോൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ചാൾസ് പോൾ, ഷൈമി ഏലിയാസ്, സെബാസ്റ്റ്യൻ കെ.എ, ബെന്നി ലോറൻസ്, ജെയിംസ് പീറ്റർ, വിജയൻ US, സലീം പറമ്പിൽ, റൂബി ജേക്കബ്, ജിൽസ് ജോളി, ഷെർമിള ബെന്നി, ബിത്തു വർഗീസ്, സ്റ്റീഫൻ CS, ബേബി തെക്കേടം, വർഗീസ് KU, സോമൻ NK, സോണി പടിഞ്ഞാറേക്കൽ, ജോമോൻ ജേക്കബ്, വിജോയി പുളിക്കൽ, സാബു കുരിശിങ്കൽ, ശാന്തമ്മ ജോർജ്, ജോസഫ് പിണ്ടിവന, KC വർഗീസ്, ബാബു പിച്ചാട്ട്, രവി ഇഞ്ചൂർ, ജേക്കബ് വാരപ്പെട്ടി, തങ്കച്ചൻ KP, സുരേഷ് മാരമംഗലം, ലാലു മാത്യു, ഗോപിനാഥൻ പിണ്ടിമന എന്നിവർ പങ്കെടുത്തു. പിന്നെ എന്തിനാണ് നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഈ നാടകവുമായി ഇറങ്ങിയത്? അവരെ ഇപ്പോൾ തീറ്റിപ്പാറ്റുന്നതിനും അവർക്ക് 4 ജില്ലകളിലൂടെ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൂടെ കടന്നുപോയി അവരുടെ എല്ലാ ചെലവുകളും നടത്തി കൊടുക്കുന്നതിന് വേണ്ടിയും വീണ്ടും നമ്മളെ തന്നെ കൊള്ളയടിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.